രാഹുൽ അമേഠിയിലും പ്രിയങ്ക റായ്ബറേലിയിലും മത്സരിക്കണമെന്ന സമ്മർദ്ദം ശക്തമാക്കിയ ഉത്തർപ്രദേശ് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായേക്കും. അതേസമയം വയനാട് തന്റെ വീടാണെന്ന് പ്രഖ്യാപിച്ച രാഹുൽ അമേഠിയിൽ തിരിച്ചെത്തിയാൽ ജനങ്ങൾ സ്വീകരിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പ്രതികരിച്ചു. അമേഠിയിലും റായ്ബറേലിയിലും നെഹ്റു കുടുംബത്തിലെ ആരും മത്സരിക്കില്ലെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിലും രാഹുലും പ്രിയങ്കയും മത്സരിക്കണമെന്ന പാർട്ടിക്കുള്ളിൽ സമ്മർദ്ദം ശക്തമാവുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിച്ചില്ലെങ്കിൽ പ്രവർത്തകരുടെ ആവേശം ഇല്ലാതാകുമെന്നും സിറ്റിംഗ് സീറ്റായ റായ്ബറേലിയും നഷ്ടപ്പെടുമെന്നും ഉത്തർപ്രദേശ് സംസ്ഥാന കമ്മിറ്റി ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. 2019 അമേഠിയിലേറ്റ കനത്ത പരാജയമാണ് രണ്ടു മണ്ഡലങ്ങളിലും മത്സരിക്കുന്നതിൽ നിന്ന് നെഹ്റു കുടുംബം വിട്ടുനിൽക്കാൻ കാരണം. ഇരു മണ്ഡലങ്ങളിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി മെയ് 3 അതുകൊണ്ട് തന്നെ ഇന്ന് ഡൽഹിയിൽ ചേരുന്ന കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിറകെ രാഹുലും പ്രിയങ്കയും അയോധ്യയിൽ രാമക്ഷേത്രം സന്ദർശിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. വയനാട്ടിലും കേരളത്തിലും വോട്ടെടുപ്പ് പൂർത്തിയായതോടെ കോൺഗ്രസ് ക്ഷേത്രം സന്ദർശിക്കാനും രാമഭക്തരുടെ വോട്ട് നേടാനും ശ്രമിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രിയും അമേഠിയിലെ BJP സ്ഥാനാർത്ഥിയുമായ സ്മൃതി ഇറാനി വിമർശിച്ചു. വയനാട് തന്റെ വീടാണെന്ന് പ്രഖ്യാപിച്ച രാഹുൽ അമേഠിയിൽ തിരിച്ചെത്തിയാൽ ജനങ്ങൾ സ്വീകരിക്കില്ലെന്നും സ്മൃതി ഇറാനി പറഞ്ഞു. ജനം, ഡൽഹി.